12.5 സെന്റ് സ്ഥലം, 12.5 സെന്റ് സ്ഥലത്തെ 1400 സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങൾ ഈ കാണുന്ന സൂപ്പർ വീട്. ഇതാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഫ്രണ്ട് ഭാഗം അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ്റുണ്ട്. അതുപോലെ തന്നെ നല്ല ക്യൂട്ടായുള്ള ചെറിയ ആഴത്തിൽ നല്ല വെള്ളം വറ്റാത്തൊരു സാധാരണ ഓപ്പൺ വെൽ കിണറുണ്ട്. നല്ല നിരപ്പായിട്ടുള്ള ഏരിയയാണ്. ചുറ്റുഭാഗവും ബൗണ്ടറി, അടിഭാഗം ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്. ഇനി മതിൽ വേണം എങ്കിൽ അതിൻ്റെ മുകളിൽ ഹോളോ ബ്രിക്സ് വെച്ചിട്ട് പടുത്തു കഴിഞ്ഞാൽ മതിൽ കെട്ടാനുള്ള സൗകര്യമുണ്ട്. അടിഭാഗം ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്, ചുറ്റുഭാഗം ബൗണ്ടറിയിലും. വലിയ പഴക്കമില്ലാത്ത വീടാണ്. 2 വർഷത്തെ പഴക്കം മാത്രമേ ഈ ഒരു വീടിനുള്ളൂ. നിലവിൽ താമസിച്ചു കൊണ്ടിരിക്കുന്നൊരു വീടാണ്. നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യമുണ്ട്. നല്ല ഒരുപാട് ഫാൻസി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ. ഇതിൻ്റെ എലിവേഷൻ നല്ല ഭംഗിയായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. ഈ ബീമിൻ്റെ അടിഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് ഫാൻസി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രാത്രിക്കത്തെ ഒരു വ്യൂ ആണത്. നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു സെറ്റപ്പ് വീട് തന്നെയാണ്. കച്ചവടക്കാരെ കയ്യിലുള്ള വീടല്ല. നിലവിൽ ഇതിൻ്റെ പാർട്ടി തന്നെയാണ് ഇവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ചില സാമ്പത്തികപരമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഇവർ വീട് വിൽക്കാൻ കാരണം. സിറ്റ് ഔട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നത് ഒരു ലിവിങ് റൂമാണ്. നിലവിൽ ഈ വീടിൻ്റെ ഫ്ലോറിംഗ് വർക്ക് തീർന്നിട്ടില്ല. ടൈൽ ഒട്ടിച്ചിട്ടില്ല, മാറ്റാണ് ഒട്ടിച്ചിട്ടുള്ളത്, ഷീറ്റാണ് ഒട്ടിച്ചിട്ടുള്ളത്. ബാത്റൂം അതുപോലെ കിച്ചണൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഒരു ഡൈനിങ് ഹാള്, 3 ബെഡ്റൂം, ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ്, ഒരു കോമൺ ബാത്റൂം, കിച്ചൺ. ഇത്രയും ഫെസിലിറ്റിയാണുള്ളത്. ഹാളിൽ തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ളത് ഉണ്ടോ. മുകൾ ഭാഗത്തൊക്കെ ഒരുപാട് ലൈറ്റിങ്ങും ഫുള്ള് സെറ്റപ്പിൽ കയറ്റിയിട്ടുള്ള ഒരു വീട് തന്നെയാണ്. ഇന്റീരിയർ വർക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ഈ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഷോ കേസ്, അതുപോലെ തന്നെ നല്ലൊരു വാഷ് കൗണ്ടർ, നല്ല ബോക്സ് രീതിയിലുള്ള ഒരു വാഷ് കൗണ്ടർ. അതൊരു സെപ്പറേറ്റ് വേറെ സെക്ഷനായിട്ട് തന്നെയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. എല്ലാ ഭാഗം ഓക്കെയാണ്. അടിയിൽ ഭാഗം ടൈൽ ഒട്ടിച്ചിട്ടില്ല എന്നുള്ള ഒരു മൈനസ് പോയിന്റ് മാത്രമേ ഉള്ളൂ. വേറുള്ള എല്ലാ കാര്യങ്ങളും ഫുള്ള് പക്ക ക്ലിയർ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ലിവിങ് റൂമിൽ ഈ കാണുന്നത് ലിവിങ് റൂമാണ്. അപ്പോൾ അവിടെ ആ റൂം സൈസ് അനുസരിച്ച് ഒരു കോർണർ സെറ്റൊക്കെ അറേഞ്ച് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയാവും. ഒരു ദിവാൻ കോട്ട് മാത്രം ആയതുകൊണ്ടാണ് അങ്ങനെ ബ്ലാങ്ക് ആയിട്ട് തോന്നുന്നത്. റൂമുകളുടെ സൈസ് 10, 11, 11, 11 സൈസിലൊക്കെ വരുന്ന ആവറേജ് സൈസിലുള്ള റൂമുകളാണ്. 3 കള്ളിയുടെ വിൻഡോസ് ഒക്കെ 2 ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇനി ഇതാണ് 2ാമത്തെ ബെഡ്റൂം വരുന്നത്. റൂമുകളൊക്കെ ഏകദേശം ഒരേ സൈസിൽ വരുന്ന റൂമുകളാണ്. ഇത് 3ാമത്തെ ബെഡ്റൂം. ഇങ്ങനെ 3 ബെഡ്റൂമുകളാണല്ലോ ഈ വീട്ടിലുള്ളത്. സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് കോണിക്കൂട്ടിൽ വേറൊരു ബാത്റൂം, ഒരു കോമൺ ബാത്റൂം വേറെ വരുന്നുണ്ട്. ഇനി കിച്ചൻ്റെ ചുമരിലൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. കിച്ചൺ സ്ലാബ്, കിച്ചൺ സിങ്ക്, ആലുവ പുകയില്ലാത്ത അടുപ്പ്, അങ്ങനെ നല്ലൊരു രീതിയിലുള്ള വലിയ രീതിയിലുള്ള നല്ലൊരു കിച്ചൺ. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട്. വീട് പുതിയ വീടാണ്. 6ഓളം തെങ്ങുകൾ ഇവർ വെച്ചിട്ടുണ്ട് ഹൗസ് വാമിങ് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ തെങ്ങൊക്കെ കായ്ച്ച് തുടങ്ങുന്നേ ഉള്ളൂ. ചുറ്റുഭാഗം കവുങ്ങ് കൊടുത്തിട്ടുണ്ട്, റംബൂട്ടാൻ, അങ്ങനെയുള്ള ഒട്ടുമാവും, അങ്ങനെയുള്ള നിരവധി മരങ്ങൾ ഇതെല്ലാം ഈ വീടിൻ്റെ സൈഡിലൂടെ അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എടക്കരയാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. മലപ്പുറം ജില്ലയിൽ എടക്കര നാരേക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ വീട്ടിലേക്കുള്ളത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് 1 കിലോമീറ്റർ വഴി സൗകര്യം, എല്ലാ സൗകര്യമുള്ള നല്ലൊരു ഏരിയ. അപ്പോൾ ഇതിനവർ ചോദിക്കുന്ന വില 33 ലക്ഷം രൂപയാണ്. 12.5 സെന്റ് സ്ഥലം കേട്ടോ. സ്ഥലം 5 സെന്റോ 6 സെന്റോ അല്ല, 12.5 സെന്റ് സ്ഥലമുണ്ട്. പുതിയ അടിപൊളി ഒരു വീടുണ്ട്. വാങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും ലാഭമാണ്. 33 ലക്ഷം രൂപ ചോദിക്കുന്നത്. 33 ലക്ഷം രൂപ വില നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്നത് എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതുപോലുള്ള ഒരുപാട് വീടുകളൊക്കെ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ഇനിയും പ്രതീക്ഷിക്കാം. ഒരുപാട് വീടുകൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെട്ടുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.